കുഞ്ഞുനാളിൽ എനിക്കൊരു 10 വയസ്സുള്ളൂ. ഞാൻ ചെയ്തൊരു തെറ്റ്, അതിനെപ്പറ്റി ഞാൻ അന്ന് ഞാനത് തെറ്റാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. വർഷങ്ങളോളം എനിക്കതറിയില്ല. ഞാൻ ചെയ്തൊരു തെറ്റ്, അതിനെപ്പറ്റി സംസാരിക്കാൻ വിചാരിക്കും. അതായത് എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അതുവരെയും ഞാൻ ടൗണിലൊക്കെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഇടത്തോട്ട് വന്നു, സ്കൂളിലൊക്കെ ചേർന്നു, പുതിയ സ്കൂൾ. അപ്പോൾ എനിക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് ആയി വരുന്നു, നാട്ടിൻപുറത്ത് ഫ്രണ്ട്സ് ആയി വരുന്നു. അപ്പം ഒത്തിരി ഫ്രണ്ട്സ് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളുടെ വീടിന് ചുറ്റിനും ഇഷ്ടംപോലെ പറമ്പുകളുണ്ട്. അപ്പം ആ സമയത്ത് ക്രിക്കറ്റ് ജ്വരം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം 1983 ഫിലിമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നൊസ്റ്റാൾജിക് തോട്ട്സ് വന്നൊരു ഫിലിമാണ്. എക്സാക്ട്ലി അന്ന് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ കാലം. ഇപ്പോൾ ക്രിക്കറ്റ് ഒരു ഭ്രാന്തായിട്ട് നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. എനിക്ക് ക്രിക്കറ്റ് അറിയത്തില്ല, എനിക്ക് കുറച്ച് കൂടുതൽ ബാഡ്മിൻ്റനാണ് അറിയുന്നത്. പക്ഷെ അന്ന് നാട്ടിലെല്ലാവരും ക്രിക്കറ്റാണ് കളിക്കുന്നത്. അപ്പം ഞാനും അത് പഠിക്കാനുണ്ട്. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടോട്ട് വരാൻ തുടങ്ങി കളിക്കാനായിട്ട്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോവാം, പിന്നെ ഹോംവർക്ക് ചെയ്യുക, നേരെ കളിക്കാൻ പോവാം. ഇപ്പം സന്ധ്യയാവുന്നിടം വരെ 6:30 ആകുമ്പോഴത്തേക്ക് 6:30 വരെ കളിയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ അന്ന് വരെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ മാത്രമേ ഉള്ളായിരുന്നു. ഗ്രാൻഡ് മദർ ഇച്ചിരി പ്രായമായപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് മദറിനെയും കൂടെ നോക്കാം, ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ സമയത്ത് അവിടെ വരുന്നത്. ഇപ്പം ഗ്രാൻഡ് മദർ അത്രയും നാൾ 25-26 വർഷത്തോളം ഷി വാസ് എ വിഡോ. അപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ച് ജീവിക്കുകയാണ്. അപ്പം പുള്ളിക്കാരിക്കും അതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്രയും ആൾക്കാർ വരുന്നു. അപ്പോൾ എനിവേ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നോക്കിയപ്പം ആ ഗ്രൗണ്ട് നിറച്ച് കിളച്ച് കപ്പ നിട്ടേക്കും. അതായത് അവിടെ കളിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം അമ്മച്ചിയുടെ ഒരു പരിപാടിയായിരുന്നു അത്. കംപ്ലീറ്റ് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കപ്പ അങ്ങ് നട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാനത് മൊത്തം തട്ടിക്കളഞ്ഞു. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അന്നത്തെ ആ കൊച്ചു പ്രായമല്ലേ ഞാനതെല്ലാം തട്ടിക്കളഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് അമ്മച്ചി ചെയ്തെന്ന് പറഞ്ഞാൽ, അമ്മച്ചി ഒരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമോ അങ്ങനെയൊന്നുമല്ല. ആ കൃഷിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് അമ്മച്ചി ശരിക്കും അമ്മച്ചിയുടെ ചിലവുകളെല്ലാം നടത്തിയിട്ടുള്ള അങ്ങനെയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകവും എക്സ്പെൻസും എല്ലാം പുള്ളിക്കാരി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരി അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഫുഡിനും കൂടെ ഉള്ളതാണ്. അത് കുറച്ചുകൂടെ നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഉണ്ട്, നമുക്ക് കൊടുക്കാനുള്ള വിൽക്കാനുള്ള ഫുഡും അതിന് വേണ്ടിയിട്ട് അമ്മച്ചി ചെയ്യുക. ഞാൻ അവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഷോർട്ട് ടേം പ്ലഷേഴ്സ് മാത്രം. എനിക്ക് ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിക്കറ്റ് കളിക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷെ ആ ക്രിക്കറ്റ് കളിക്കുന്ന അതേ സമയത്ത് തന്നെ ലോങ് ടേം എൻ്റെ ആവശ്യങ്ങൾ ഞാൻ മറന്നുപോയി. പലപ്പോഴും നമ്മൾ വലുതാകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഷോർട്ട് ടേം പ്ലഷേഴ്സ് ഭയങ്കര അഡിക്റ്റീവാണ് അല്ലേ, ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. അന്നേരം നമുക്ക് പെട്ടെന്ന് പ്ലഷേഴ്സ് കിട്ടും. അതൊരു കണ്ടിന്യൂ, ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും, നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ ഷോർട്ട് ടേം പ്ലഷേഴ്സ് അത് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ കളയും, നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഷോർട്ട് ടേം പ്ലഷേഴ്സ് നമ്മളെ അഡിക്റ്റഡ് ആക്കത്തില്ലേ പല കാര്യങ്ങളും. അത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പും ഗെയിംസും മാത്രമല്ല, ചിലപ്പം മൂവീസ് ആയിരിക്കാം, വേറെ പല അഡിക്ഷൻ, ഷോർട്ട് ടേം പ്ലഷേഴ്സ്. അത് അന്നേരത്തെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മളെന്തായാലും കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് ടേം ക്വാളിറ്റി ആയിരിക്കും, ലൈഫ് ലോങ് ക്വാളിറ്റി ആയിരിക്കും.
നമ്മുടെ പല കാര്യങ്ങളും വാല്യൂ ഉള്ള പല കാര്യങ്ങളും ചിലപ്പം നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഇൻകവും റിലേഷൻഷിപ്സും എല്ലാം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പോലും നല്ല ഫ്രണ്ട്സിനെ പോലും നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. താങ്ക് യു.